വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ പുതിയൊരു വീഡിയോ ആണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബ്രൗസർ എടുക്കുക. ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഗൂഗിൾ ക്രോം ആണ്. എന്നിട്ട് ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യുക ബ്ലോഗർ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് റിസൾട്ടുകളായിരിക്കും കിട്ടുന്നത്. ഇതിൽ നിന്ന് ഏറ്റവും ആദ്യം കാണുന്ന ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക, അതായത് www.blogger.com. അപ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ക്രിയേറ്റ് യുവർ ബ്ലോഗ്. ഈ ക്രിയേറ്റ് യുവർ ബ്ലോഗ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് അടുത്തായിട്ട് നമ്മളോട് ചോദിക്കും നമ്മുടെ ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് ദെൻ അവർ പറഞ്ഞു പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. അതായത് ആ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ മെയിൽ ഐ ഡി കൊടുത്തു, പാസ്വേഡ് കൊടുത്തു, ദെൻ അവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തുറന്നു വരുന്നത് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. മറ്റൊന്നുമില്ല, നമുക്കിപ്പം പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അങ്ങനെയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇനിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ബ്ലോഗ്. ഇവിടെ ഏറ്റവും താഴെഭാഗത്ത് കാണുന്ന ഓപ്ഷൻസ് ക്രിയേറ്റ് ന്യൂ ബ്ലോഗ്, ഈ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ ടൈറ്റിൽ കൊടുക്കുക. ഈ ടൈറ്റിലായിരിക്കും നമ്മുടെ ബ്ലോഗിൻ്റെ ടൈറ്റിലായിട്ട് വരുന്നത്. ഞാനിപ്പോൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് യൂട്യൂബ് കേരള എന്നാണ് ഞാൻ ടൈറ്റിലായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അഡ്രസ്സ് എന്ന് പറയുമ്പം യൂട്യൂബ് കേരള, അതിപ്പോൾ ഇല്ല. അപ്പോൾ യൂട്യൂബ് കേരള 101, ഓക്കെ, അതുണ്ട്. ഇനി ഇവിടെ ധാരാളം തീംസുകൾ കിടപ്പുണ്ട്. നമുക്ക് ഏതാണോ വേണ്ട ഡിസൈൻ, ആ ഡിസൈൻ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പം ഈ ഒരു തീമാണ് ഞാനിപ്പം യൂസ് ചെയ്തേക്കുന്നത്. ക്രിയേറ്റ് ബ്ലോഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒരു മെസ്സേജ് വന്നു, നമ്മുടെ ബ്ലോഗ് ക്രിയേറ്റ് ആയി എന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇടത് സൈഡിൽ നമുക്ക് ഇവിടെ വേണ്ട ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. പോസ്റ്റ്, ദെൻ നമ്മുടെ ഓരോ പോസ്റ്റിന്റെ റീച്ച് കാണാനായിട്ട് സാധിക്കും. ദെൻ കമന്റ്സ് കാണാം, ഏർണിങ്സ് കാണാം, പേജ് ലേഔട്ട്, തീം, സെറ്റിങ്സ്, ദെൻ റീഡിംഗ് ലിസ്റ്റ്. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ബ്ലോഗ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇപ്പോൾ അതിന്റെ ഡിസൈൻ ഇരിക്കുന്നതാണ്. അതിനായിട്ട് ഇതിന്റെ ഇടതുവശത്ത് കാണുന്ന വ്യൂ ബ്ലോഗ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വേറൊന്നുമില്ല, യൂട്യൂബ് കേരള, അതായത് നമ്മൾ അവിടെ കൊടുത്ത ടൈറ്റിൽ മാത്രമാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ വേറെ ഒരു പോസ്റ്റും നമ്മൾ ചെയ്തിട്ടില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഇതിലോട്ട് ഒരു പോസ്റ്റ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നു. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ന്യൂ പോസ്റ്റ്. നമ്മളൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നേരത്തെ അതിന്റെ ടൈറ്റില്, ദെൻ അതിന്റെ കണ്ടന്റ് എന്താണ്, കണ്ടന്റ് ബോഡി പോർഷനിൽ നമ്മൾ കണ്ടന്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ട് ടൈറ്റിൽ നമ്മൾ കൊടുക്കുക. ഞാനിപ്പോൾ കൊടുക്കുന്നത് യൂട്യൂബ് ഫാൻസ് എന്ന് ഞാൻ വെറുതെ ഒരു പേരാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്.
അപ്പോൾ യൂട്യൂബ് ഒന്ന് കൊടുത്തു. ഇവിടെ നമുക്ക് ധാരാളം സെറ്റിങ്സുകളുണ്ട്. നമുക്ക് ഓരോന്നും നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഇപ്പം നമ്മൾ എഴുതിയേക്കുന്നതിൻ്റെ ഓരോ സൈസ് ചേഞ്ച് ചെയ്യാം. ദെൻ അത് ബോൾഡ് ആക്കാം. ദെൻ അതിൻ്റെ ഹെഡിങ് എങ്ങനെ വേണം നമുക്ക് ചൂസ് ചെയ്യാം. ദെൻ സൈസ് പറഞ്ഞു കൊടുക്കാം, ലാർജ്, മീഡിയം, സ്മോള്. ദെൻ അതിൻ്റെ ഫോണ്ട് അതൊരു ഫോൺ സ്റ്റൈൽസ് ഉണ്ടല്ലോ, നമുക്ക് ഏത് സ്റ്റൈലാണ് വേണ്ടത് എന്നെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ദെൻ അതിൻ്റെ കളറ്, ഫോർഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ എല്ലാം നമുക്ക് ഡിസൈൻ പരമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനെല്ലാത്തിനുമുള്ള ഫെസിലിറ്റി നമുക്ക് ഈ ബ്ലോഗർ തരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ഫോട്ടോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഇപ്പം ഡൗൺലോഡ് ചെയ്യാൻ പോവാണ് യൂട്യൂബിൻ്റെ. PNG ലോഗോ. ദെൻ ഞാനൊരു ലോഗോ സെലക്ട് ചെയ്യുവാണ്. ഇതിലോട്ട് ഫോട്ടോ ആഡ് ചെയ്യുന്നത് ഇൻസേർട്ട് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് വരുന്ന അപ്ലോഡ്സ്, ഫ്രം ദിസ് ബ്ലോഗ്, ഇങ്ങനെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിവിടെ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ചൂസ് ഫയൽസ്. ഇവിടുന്ന് നമ്മൾ എവിടെയാണോ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത പിക്ചർ കിടക്കുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തത് യൂട്യൂബിൻ്റെ ഒരു ഐക്കണാണ്. ഞാനിപ്പോൾ സെലക്ട് ചെയ്തത് ആഡ് ടു സെലക്ഷൻ. അപ്പോൾ പറഞ്ഞു കൊടുത്തു. ഓക്കെ, നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തത് നമുക്കിവിടെ കിട്ടി. അതിൻ്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അത് കുറച്ചും കൂടെ സ്മോൾ ആക്കാം, മീഡിയം ആക്കാം, ലാർജ് ആക്കാം. നമുക്ക് എങ്ങനെയാണ് വേണ്ടത് ആ രീതിയിലെല്ലാം നമുക്കിത് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് നമുക്ക് സെൻട്രലിലോട്ടാണ് ഇത് വേണ്ടത് എങ്കിൽ ഇവിടുത്തെ ഓപ്ഷൻ നമുക്ക് ഇങ്ങനെ കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്രിവ്യൂ ചെയ്ത് കാണാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. അതിന് പ്രിവ്യൂ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതായിരിക്കും നമ്മളിപ്പോൾ ചെയ്തേക്കുന്നതിൻ്റെ പ്രിവ്യൂ ഓപ്ഷനായിട്ട് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു യൂട്യൂബിൻ്റെ ഒരു ഐക്കൺ കൊടുത്തു, പിന്നെ യൂട്യൂബ് എന്ന് എഴുതി. ഇത്ര മാത്രമാണ് നമ്മളിതിൽ ചെയ്തേക്കുന്നത്. നമ്മൾ പബ്ലിഷ് ചെയ്താൽ നമ്മുടെ പോസ്റ്റിൻ്റെ ഇവിടെ ഓൾ പോസ്റ്റ് എടുക്കുക. ദെൻ നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്തേക്കുന്നത് യൂട്യൂബ് ഫണ്ട്സ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നു. ദെൻ ഇതിൻ്റെ റേറ്റിംഗ് ഇതെല്ലാം നമുക്കറിയാം. ഇപ്പം നമ്മുടെ പേജ് ആരും കണ്ടിട്ടില്ല. പോസ്റ്റ് കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ ഓരോ റേറ്റിങ്ങും ഓരോ കൗണ്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു പോസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ തീം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു തീമാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഒരു തീമാണ് നമുക്കുള്ളത്. നമുക്ക് എങ്ങനെയാണ് പുറത്തു നിന്നൊരു തീം ഇതിലോട്ട് ഡൗൺലോഡ് ചെയ്യുന്നതെന്നും ഇതിലെ തീം എങ്ങനെയാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നും നമുക്ക് നോക്കാം. അതുമായിട്ട് ഇതിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള തീംസ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ തീംസ് എന്ന് പറയുന്ന ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. അടുത്തതായിട്ട് തൊട്ടു താഴെ ധാരാളം തീംസുകൾ കിടപ്പുണ്ട്. ഓരോന്നും നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. അത് പല പല ഡിസൈനായിരിക്കും ഓരോന്നിനും വരുന്നത്. ദെൻ ഇതാണ് ഇഷ്ടമെങ്കിൽ ദെൻ അപ്ലൈ ബ്ലോഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. കണ്ടില്ലേ, എല്ലാം മാറി. അതായത് നമ്മുടെ സൈറ്റിൻ്റെ ലുക്ക് തന്നെ ഓവറോൾ മാറിയിരിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് പുറത്തു നിന്നൊരു തീം എങ്ങനെയാണ് നമ്മുടെ ഇതിലോട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സെയിം മെത്തേഡ്, ബാക്കപ്പ്, റീസ്റ്റോർ. ബാക്കപ്പ് അല്ലെങ്കിൽ റീസ്റ്റോർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ആദ്യത്തേത്
നമ്മളിപ്പോൾ ചെയ്തേക്കേണ്ടത് ഒന്ന് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ, രണ്ടാമത്തേത് പുറത്തുനിന്നുള്ള തീം നമുക്ക് ഇതിലോട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട്. ആദ്യമായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചേക്കുന്ന അത്രയൊന്ന് ബാക്കപ്പ് ചെയ്ത് വെക്കുക. അതിനായിട്ട് ഡൗൺലോഡ് തീം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ തീം ഡൗൺലോഡായി. ഇത് നമ്മൾ പേടിക്കണ്ട, ഒരു ബാക്കപ്പ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇൻ കേസ് പോയാലോ എന്നോർത്ത്. ഓക്കെ, ഇനി നമുക്കൊരു തീം ആഡ് ചെയ്ത് നോക്കാം. അതിനായി ഗൂഗിളിൽ നമ്മളൊരു സൈറ്റ് ഓപ്പൺ ചെയ്തു. ഈ സൈറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇതിൽ കയറി എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഏത് തീമാണ് വേണ്ടത് എന്ന് ചൂസ് ചെയ്ത് നോക്കാം. ഫ്രീ ബ്ലോഗർ ഇത് കൊടുത്തു. നമുക്ക് ഇഷ്ടമുള്ളൊരു തീം നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തേക്കുന്നത് ഈ തീമാണ്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഡൗൺലോഡ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അത് ഡൗൺലോഡായി. ഓക്കെ, ഇനി നമ്മളൊന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. ദെൻ ഇതിൻ്റെ അകത്ത് XML ഫയൽ, ഈ ഫയലായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്യാൻ ചൂസ് ഫയൽസ് കൊടുക്കുക. ദെൻ ഈ XML ഫയൽ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇപ്പം കാണിച്ചിട്ടുണ്ട് അപ്ലോഡഡ് സക്സസ്ഫുള്ളി. അതായത് നമ്മുടെ തീം ചേഞ്ച് ആയി എന്ന് കാണിച്ചിരിക്കുന്നു. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ സൈറ്റ് ഓവറോൾ എല്ലാം മാറിയിരിക്കുന്നു. കണ്ടില്ലേ, ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ലുക്ക് തന്നെയാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മൾ പുറത്തുനിന്ന് നമുക്കൊരു തീമോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇതിലൂടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള തീംസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ബൈ ചെയ്ത് മേടിക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് ജസ്റ്റ് ഒരു ഫ്രീ തീം മാത്രമാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോഗ് അട്രാക്റ്റീവ് ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടു എങ്ങനെ ഒരു ബ്ലോഗ് നമുക്ക് ഏറ്റവും എളുപ്പം സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ അടുത്തതായിട്ട് നോക്കിയത് എങ്ങനെ അതിന്റെ ഡിസൈൻസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയായിരിക്കും ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത്. നമുക്കിത് എങ്ങനെയായിരിക്കും ഒരു ഡൊമൈൻ നെയിമായിട്ട് കണക്ട് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും ഇത് ലൈവ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ഇനി നിങ്ങൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.